ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹെഡ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു വീഡിയോ ചെമ്മീൻ ഉലർത്തിയതായിരുന്നു. ഒരുവിധം എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ട്, ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല റിവ്യൂസ് എനിക്ക് കിട്ടി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കനിൽ തന്നെ ഒരു വെറൈറ്റി ഡിഷു ആയിട്ടാണ്. അതെന്താന്നുള്ള വഴിയാൽ നമുക്ക് കാണാം. ഇത് എന്റെ 10th വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ 10th ആണ്. അതിലൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. ഇന്ന് എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്ക് നല്ലൊരു ഗസ്റ്റ് ഉണ്ട്. ഇത് എന്റെ സ്റ്റാഫ് സുജിത്ത്, ഞങ്ങളുടെ കമ്പനി മാനേജറാണ്, അവരുടെ വൈഫാണ്. ഇന്ന് അവരുടെ ബർത്ത്ഡേയും കൂടിയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ടേസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചാർജാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഫുൾ ചിക്കൻ കൊണ്ടുള്ള ഒരു നല്ല റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ എന്തൊക്കെയാ വേണ്ടത് നമുക്ക് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ ബിരിയാണി മസാല, 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ അടുത്ത് പിഴുപുളിയുടെ പേസ്റ്റ്, അതായത് ടാമറിൻ പേസ്റ്റ്. അത് കുറച്ചു നേരം മുൻപേ വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കന്റെ വലുപ്പം അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതിനനുസരിച്ചിട്ട് ഒരു 2-2.25 ടീസ്പൂൺ ഉപ്പ്, അതിന്റെ കൂട്ടത്തില് മസാല കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്യാണ്. അതിന്റെ കൂടെ ഹാഫ് ലെമന്റെ ജ്യൂസ് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അത് നന്നായിട്ടൊരു പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കണം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത മസാല ഈ ചിക്കനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂടായ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചൂടായ എണ്ണയിലേക്ക് 2 സവാള ഈ വലുപ്പത്തിൽ അരിഞ്ഞ് ഞാൻ ചേർക്കുകയാണ്. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു 1/2 കഷ്ണം ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞ് ഞാൻ ചേർക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഞാൻ ഇളക്കുകയാണ്. ഞാൻ അതിന് ശേഷം 3 കളറിലുള്ള ബെൽ പെപ്പർ, അതായത് കാപ്സിക്കം ഞാൻ എടുത്തിട്ടുണ്ട്, പകുതി കഷ്ണം വെച്ചിട്ട് അത് മുറിച്ചതും കൂടെ ചേർക്കുകയാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ച് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 2 പാക്കറ്റ് മാഗി ക്യൂബും കൂടി ഞാൻ പൊടിച്ചിടുകയാണ്. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് വേണ്ടുന്ന മസാല 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിന്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഈ മസാല ഒന്ന് വഴറ്റണം. ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് ക്രഷ് ചെയ്തിട്ട് കാഷ്യൂനട്ട്, കുറച്ച് ബദാം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇളക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കാടമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഫാമിലിയിലെ നമ്മളുടെ മെമ്പേഴ്സിനനുസരിച്ച് എത്ര വേണമെങ്കിലും മുട്ട നിങ്ങൾക്ക് എടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ഇന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പം ഈ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതും ഈ കാണുന്ന മിസ്റ്റർ ഹോപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മസാലയാണ്. ഞാൻ പല മസാലകളും ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. നല്ലൊരു സ്മെല്ലും, അവരുടെ തന്നെ ടർമറിക് പൗഡർ ഉണ്ട്, കൊറിയാണ്ടർ പൗഡർ ഉണ്ട്. എനിക്ക് വീണ്ടും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ നമ്പർ ഒന്ന് എടുത്ത് വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇനി നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഇനി ഈ ചിക്കനകത്തോട്ട് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. ഇത് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ 2 കാലും കൂടി ഒന്ന് കൂട്ടിക്കെട്ടുകയാണ്. ഇതിന് ശേഷം നമ്മളത് നന്നായി സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പച്ചെമ്പിലേക്ക് മാറ്റാൻ പോവാണ്. ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ട് ആവിയിൽ വേവട്ടെ. ഏകദേശം ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചു വെച്ച് കൊടുക്കണം. വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്.
ഇനി സ്റ്റിച്ച് ചെയ്ത് വെച്ചതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇനി അതിനകത്തുള്ള നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ബിക്കോസ് ഒട്ടും ഓയിൽ യൂസ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റീമിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യൂ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്.